കുറവിലങ്ങാട് ഗ്രാമപഞ്ചായത്ത് അംഗമായി കെ ശ്രീനിവാസൻ ശനിയാഴ്ച രാവിലെ നടന്ന പഞ്ചായത്ത് കമ്മിറ്റിയിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തു. ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ് കെ ശ്രീനിവാസൻ പഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടത്. പഞ്ചായത്ത് അംഗമായിരുന്ന കെ ആർ ശശിയുടെ നിര്യാണത്തെ തുടർന്നാണ് ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നതും ഉപതെരഞ്ഞെടുപ്പിലൂടെ കെ ശ്രീനിവാസൻ വിജയിച്ചതും. കെ ശ്രീനിവാസന്റെ വിജയത്തോടെ പഴയ കക്ഷിനില തന്നെ ആവർത്തിച്ചിരിക്കുകയാണ്. ഇടത് വലത് മുന്നണികൾക്ക് തുല്യ സീറ്റുകളാണ് ഗ്രാമപഞ്ചായത്തിലുള്ളത്. ആകെയുള്ള 14 സീറ്റുകളിൽ 7 വീതം സീറ്റുകളാണ് ഇടത് വലത് മുന്നണികൾക്കുള്ളത്. പുതിയ അംഗം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ എത്തിയെങ്കിലും രാഷ്ട്രീയപരമായ കാര്യമായ പ്രത്യാഘാതങ്ങളൊന്നും നിലവിലുള്ള സാഹചര്യത്തിൽ ഉണ്ടാകില്ല എന്ന് ഉറപ്പാണ്. നറുക്കെടുപ്പിലൂടെയാണ് പഞ്ചായത്ത് പ്രസിഡന്റായി ടി എസ് രമാദേവിയും വൈസ് പ്രസിഡന്റായി കോൺഗ്രസിലെ ലീലാമ തോമസും തെരഞ്ഞെടുക്കപ്പെട്ടത്. പഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് രമാദേവിയാണ് സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുത്തത്. ഭരണ പ്രതിപക്ഷ നിരകളിൽ ചില അംഗങ്ങളുടെ അഭാവം സത്യപ്രതിജ്ഞാ വാചകത്തിൽ ശ്രദ്ധേയമായി. സത്യപ്രതിജ്ഞയെ തുടർന്ന് അനുമോദന സമ്മേളനവും ചേർന്നു. തുടർന്ന് പഞ്ചായത്ത് കമ്മിറ്റി ചേരുകയായിരുന്നു. അനുമോദന സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലീലാമ തോമസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എൻ മോഹനൻ, DCC അംഗം ബേബി തൊണ്ടാൻകുഴി, പഞ്ചായത്ത് അംഗവും CPM ലോക്കൽ സെക്രട്ടറിയുമായ കെ ശശികുമാർ എന്നിവർ പ്രസംഗിച്ചു. നിയമാനുസൃതം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു.